ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. മഴയും കട്ടൻ ചായയും രാവിലെ തന്നെ നല്ലൊരു വൈബാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ലപോലെ ആസ്വദിച്ച് കുടിക്കാൻ പറ്റും. അപ്പോൾ ചായക്കൊപ്പം ഞാനിന്ന് തേങ്ങാപ്പീരയുടെ ഒരു സ്വീറ്റാണ് എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുമല്ല, പണ്ടത്തെ നൊസ്റ്റു തരുന്നൊരു സാധനമാണിത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവാണ് ഇന്നലെ അരച്ച് വെച്ചത്. അപ്പോൾ നമുക്കിന്ന് ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കാം. അങ്ങനെ ഇഡ്ഡലി റെഡിയാവാനായിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഞാൻ ചട്നിയും റെഡിയാക്കി. അപ്പോൾ ഇത് ചായയൊക്കെ കുടിക്കാൻ എല്ലാവരും എത്തുന്ന നേരം കൊണ്ട് എനിക്ക് ചെറിയൊരു പണി കൂടെ തീർക്കാണ്. അപ്പം ഞാൻ പറഞ്ഞ പണി ഇതാണ്. ഈ നത്തോലീനെ മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. എന്നാലും ഇത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടുള്ള പണി. അപ്പോൾ നത്തോലി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരടപ്പുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് മീൻ മുറിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. ഈ മീനിന് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകണം. ഇന്ന് സൺഡേ ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം സൺഡേ ആണ്. കാരണം വീട്ടിലെല്ലാവരും ഉണ്ടാവും. ഈ ഞായറാഴ്ചകളിലാണ് നമുക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും. ഒന്നുകിൽ അടുത്തുള്ള വീട്ടുകാർ, ആരുടെ ഫ്രണ്ട്സ്. അപ്പോൾ സമയം പോകുന്നത് അറിയില്ല. അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ പിന്നെയും തുടങ്ങുകയാണ്. അലക്കാനുണ്ട്, അത് അലക്കുക ചെയ്യാം. അപ്പം ഇപ്പോൾ നേരത്തെ അലക്കിയാൽ വേഗം ഉണങ്ങി കിട്ടും. കാരണം നല്ല മഴയുള്ള സമയമല്ലേ. ആ രാവിലെ പെയ്ത മഴ എപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ അലക്കാനിട്ട ഗ്യാപ്പിൽ ഞാൻ റൂമൊന്ന് വൃത്തിയാക്കി. അപ്പോഴത്തേക്കും തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഉണക്കാനിടുകയാണ്. അലക്കാനുള്ള പണിയും കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് ചോറ് വെക്കാനാണ് പോയത്. അപ്പം ചോറ് ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത്. എങ്കിലും ഈ തിളച്ച് കഴിഞ്ഞാൽ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന അരി 1 മണിക്കൂർ കൊണ്ടൊക്കെ വെന്ത് കിട്ടുന്ന അരിയാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനത് റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചാണ് വെള്ളം വാർത്തെടുക്കൽ. പിന്നെ നമുക്കൊരു ഉപ്പേരി വെക്കാം. ഞാൻ ബീൻസും ക്യാരറ്റും കൊണ്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ബീൻസും അപ്പോൾ കറീൻ്റെയൊക്കെ പണി കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം അതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം.
അങ്ങനെ ഞാൻ പൊരിക്കാനുള്ള നത്തോലി കൂടെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം സൺഡേ ആയിട്ട് വലിയ സ്പെഷ്യലൊന്നുമില്ല, സാധാ പോലെ തന്നെയാണ് ഫുഡ്. അങ്ങനെ കുക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനിന്ന് അടിച്ചു വാരി കഴിഞ്ഞ് ഞാൻ സിറ്റ് ഔട്ട് മാത്രമേ ഒന്ന് തുടച്ചുള്ളൂ. അപ്പോൾ ഉൾഭാഗം നാളെ തുടയ്ക്കാം. ഉൾവശത്തിന് അത്ര വൃത്തികേടൊന്നും ആയിട്ടൊന്നുമില്ല താനും. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.